നിലമ്പൂർ ആവേശ പോരാട്ടമാണ്. PV അൻവർ കൂടി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതോടെ ചതുഷ്കോണ മത്സരത്തിന്റെ പ്രതീതിയാണ് മണ്ഡലത്തിൽ. അൻവർ പിടിക്കുന്ന വോട്ടുകൾ ആരുടെ പെട്ടിയിൽ നിന്നാകും എന്നതാണ് മുന്നണികളുടെ ജയപരാജയങ്ങൾ നിശ്ചയിക്കുക. ശ്രീജിത്ത് ശ്രീകുമാരനും ഷഹദ് റഹ്മാനും ചേരുന്നുണ്ട്. ആദ്യം ശ്രീജിത്ത് ശ്രീകുമാരനിലേക്കാണ്. ശ്രീജിത്ത്, ഇന്നലെ നമ്മൾ കണ്ടതാണ്, നാലു പേരുടെയും ഒരു ശക്തിപ്രകടനം എന്നുള്ള രീതിയിലാണ് ഓരോ ദിവസവും പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നലെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനെത്തിയ അൻവറിന്റെ അതൊരു റാലിയാക്കി മാറ്റുകയായിരുന്നു അൻവർ. അപ്പോൾ തീർച്ചയായിട്ടും ചൂടേറിയ വാശിയേറിയ പോരാട്ടമാണ് അവിടെ നടക്കുന്നത്. ഇന്ന് രാവിലെ മുതൽ തന്നെ നമുക്ക് കാണാൻ കഴിയും സ്ഥാനാർത്ഥികളുടെ ആ വോട്ടുപിടുത്തവും അത് ഏത് രീതിയിൽ പോകുമെന്നുള്ളതും. ഈ അൻവറിനുള്ള വോട്ട് ആർക്ക് പോകും, ആ രീതിയിലുള്ള ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. പല തലങ്ങളിൽ നിന്ന് പലതരത്തിലുള്ള അഭിപ്രായങ്ങളുണ്ട്. ഇന്നിപ്പോൾ ശ്രീജിത്ത് അവിടെ നിൽക്കുന്നത് എവിടെയാണ്? ഇന്ന് രാവിലെ മുതൽ ആരെല്ലാം പ്രചാരണത്തിന് ഇറങ്ങുന്നുണ്ട്? ഏതെല്ലാം കോണുകളിൽ നിന്നാണ് ചൂടേറിയ ആ ഒരു പ്രചാരണ തന്ത്രങ്ങൾ ഉണ്ടാവുക? സ്മിത, ഉന്മേഷ്, വെരി ഗുഡ് മോർണിംഗ്. കനത്ത മഴ തിമിർത്ത് പെയ്യുകയാണ്. രാവിലെ മുതൽ തന്നെ ശക്തമായ മഴയാണ് മണ്ഡലത്തിലാകെ, അല്ലെങ്കിൽ നിലമ്പൂർ നഗരത്തിൽ, ഞാനിപ്പോൾ നിൽക്കുന്ന നിലമ്പൂർ നഗരത്തിലാകെ ഉള്ളത്. പക്ഷേ അതിനേക്കാൾ വലിയ പോരാട്ട ചൂടാണ് എന്ന് നമുക്ക് നിസ്സംശയം പറയാവുന്ന തരത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അൻവർ തന്നെയാണ് ഒരു പ്രശ്നമായി നിൽക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഘടകമായി നിൽക്കുന്നത്. അൻവർ പിടിക്കുന്ന വോട്ട് അത് എവിടേക്ക് പോകുമെന്നതിനെക്കുറിച്ച് ഒരു വ്യക്തത ഇതുവരെ ആർക്കും തന്നെ വന്നിട്ടില്ല എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം. അതിൽ നമ്മൾ എടുത്തു പറയുമ്പോൾ PV അൻവർ ഇന്നലെ അതൊരു അദ്ദേഹത്തിൻ്റെ മത്സരത്തിലേക്കുള്ള കടന്നുവരവ്, അല്ലെങ്കിൽ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം, അതൊരു ശക്തി പ്രകടനമാക്കി മാറ്റിയിരുന്നു. പൂർണ്ണമായി നിലമ്പൂരുകാർ തന്നെയാണ് തൻ്റെ കൂടെ ഉള്ളതെന്ന് ഉറപ്പിക്കാൻ നിലമ്പൂരിലെ ആളുകളെ തന്നെ പരമാവധി സംഘടിപ്പിച്ചുകൊണ്ടുള്ള ഒരു ശക്തി പ്രകടനമാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. എന്തായാലും ഇന്ന് മണ്ഡലത്തിൽ വലിയ തോതിൽ ഒരു കാടിളക്കിയുള്ള പ്രചാരണത്തിന് അദ്ദേഹം നേതൃത്വം നൽകും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ചിലപ്പോൾ ഇന്നലെ VV പ്രകാശിൻ്റെ, മുൻ DCC പ്രസിഡന്റ് VV പ്രകാശിൻ്റെ വീട്ടിൽ നിന്ന് ആ പ്രചാരണം ആരംഭിച്ചിരുന്നു. പക്ഷേ ആ വീട്ടിലെത്തിയപ്പോൾ ഒരുപക്ഷെ വലിയ സ്വീകരണമൊക്കെ ലഭിച്ചു. പക്ഷേ തങ്ങൾ അവസാനം വരെയും കോൺഗ്രസ് തന്നെയായിരിക്കും, തൻ്റെ ഭർത്താവ് കോൺഗ്രസിൻ്റെ പതാക പുതച്ചാണ് മരിച്ചത് എന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് VV പ്രകാശിൻ്റെ ഭാര്യ സ്മിതയുടെ ഭാഗത്തു നിന്ന് വന്നതോടുകൂടി അൻവറിന് ചെറിയൊരു തിരിച്ചടിയായിട്ടുണ്ട്. പക്ഷേ VV പ്രകാശ് തൻ്റെ ഏറ്റവും അടുത്ത നല്ല സുഹൃത്താണ്. ആര്യാടൻ ഷൗക്കത്ത് എന്തുകൊണ്ട് ഇവിടേക്ക് ആദ്യം വോട്ട് ചോദിക്കാൻ വന്നില്ല എന്ന തരത്തിലുള്ള രാഷ്ട്രീയ വാക്പോരൊക്കെ നടത്തി അൻവർ മടങ്ങി. എന്തായാലും അൻവർ പിടിക്കുന്ന വോട്ട് അത് ആരുടെ പെട്ടിയിൽ നിന്നാകും എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം. അതുപോലെ തന്നെ BJP അതൊരു പ്രധാനപ്പെട്ട ഘടകമായി തന്നെ നമുക്ക് ഈ മണ്ഡലത്തിൽ വിലയിരുത്തണം. അഡ്വക്കേറ്റ് മോഹൻ ജോർജ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൻ്റെ പ്രധാനപ്പെട്ട നേതാവായിരുന്നു. ആ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൻ്റെ പ്രധാനപ്പെട്ട നേതാവിനെ അടർത്തിയെടുത്ത് മത്സരിപ്പിച്ചു. അദ്ദേഹത്തിന് മെമ്പർഷിപ്പ് നൽകുന്നത് പോലും കഴിഞ്ഞ ദിവസമാണ്. അങ്ങനെയാണ് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്നത്. ഇന്നലെയും BJPയുടെ റോഡ് ഷോ ഉണ്ടായിരുന്നു. രാജീവ് ചന്ദ്രശേഖരൻ, അതുപോലെ തന്നെ തുഷാർ വെള്ളാപ്പള്ളി അടക്കമുള്ള NDAയുടെ നേതാക്കളെല്ലാവരും തന്നെ ഇതിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. BJP മലയോര മേഖലയിലെ ക്രൈസ്തവ വോട്ടുകളാണ് കണ്ടുവെക്കുന്നത്. സാധാരണയായി വലിയ സ്വാധീനമില്ലാത്ത ഒരു മണ്ഡലത്തിൽ എന്തിനു മത്സരിക്കണം എന്ന തരത്തിലുള്ള ചർച്ചകളൊക്കെ BJPയുടെ ഭാഗത്തു നിന്ന് നടന്നിരുന്നു. പക്ഷേ എന്തായാലും BJPയെ സംബന്ധിച്ചിടത്തോളം അവർ പിടിക്കുന്ന വോട്ടുകൾ അത് ക്രൈസ്തവ വോട്ടുകളായിരിക്കും. അത് കഴിഞ്ഞ തവണത്തേതിനേക്കാൾ കൂടുതലായിരിക്കുമെന്ന് തന്നെയാണ് അവരും പ്രതീക്ഷിക്കുന്നത്. CPM സ്ഥാനാർത്ഥി, അല്ലെങ്കിൽ LDF സ്ഥാനാർത്ഥി M സ്വരാജിൻ്റെ ഭാഗത്തു നിന്ന് ഇന്ന് പോത്തുകൽ പഞ്ചായത്ത്, അദ്ദേഹത്തിൻ്റെ സ്വന്തം പഞ്ചായത്തിലാണ് അദ്ദേഹത്തിൻ്റെ പര്യടനം നടക്കുന്നത്. അവരും വലിയ ആവേശത്തിലാണ്. UDF ആകട്ടെ ഇന്നലത്തെ ഒരു വലിയ പ്രശ്നം നിലനിൽക്കുന്നുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം. പാണക്കാട് കുടുംബത്തിലെ ആരും തന്നെ പങ്കെടുത്തില്ല എന്ന തരത്തിലുള്ള പ്രശ്നം ഒരു ഭാഗത്ത് നിലനിൽക്കുന്നുണ്ട്. അതിൽ അബ്ബാസ് അലി തങ്ങളായിരുന്നു പങ്കെടുക്കേണ്ടത്. അദ്ദേഹം എന്തുകൊണ്ട് വന്നില്ല എന്നതിനെക്കുറിച്ചൊക്കെ വിശദീകരിക്കാൻ ലീഗ് നേതാക്കളും കോൺഗ്രസ് നേതാക്കളും വലിയ പാടുപെടുന്ന കാഴ്ച കണ്ടു. ഇന്ന് അബ്ബാസ് അലി തങ്ങളെ ആര്യാടൻ ഷൗക്കത്തിൻ്റെ പ്രചാരണ പരിപാടി ഉദ്ഘാടനം ചെയ്യിച്ച ആ പ്രശ്നം പരമാവധി സോൾവ് ചെയ്യാനുള്ള നീക്കത്തിലാണ്. എന്തായാലും മണ്ഡലത്തിൽ നിന്നും വിവിധ നേതാക്കൾ തുടരുന്നുണ്ട്. അവരെല്ലാവരും തന്നെ പ്രചാരണം കൊടുമ്പിരി കൊണ്ടു നിൽക്കുന്ന ഈ ഒരു അവസരത്തിൽ വലിയ ശക്തി പ്രകടനം, അല്ലെങ്കിൽ ആളുകളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ടുള്ള ഒരു പ്രചാരണത്തിന് നേതൃത്വം നൽകുന്ന കാര്യത്തിൽ തർക്കമില്ല. ചതുഷ്കോണ മത്സരമെന്ന് അക്ഷരാർത്ഥത്തിൽ പറയാൻ പറ്റുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നിലമ്പൂരിൽ മാറിക്കഴിഞ്ഞു. ഷഹദ് റഹ്മാൻ കൂടി ഇപ്പോൾ ചേരുന്നുണ്ട് നിലമ്പൂരിൽ നിന്ന് വിവരങ്ങളുമായി. ഷഹദ്, ഈ PV അൻവറിന്റെ സ്ഥാനാർത്ഥിത്വമാണ് നിലമ്പൂരിനെ പ്രവചനാതീതമാക്കി മാറ്റുന്നത്. ആര് ജയിക്കും എന്നുള്ളത് അവിടെ പ്രധാനപ്പെട്ട ചോദ്യമായി മാറുന്നത്. എങ്ങനെയാണ് അൻവറിന്റെ ഒരു പ്രചാരണ തന്ത്രം, ഷഹദ്? ഉന്മേഷ്, സ്മിത, വെരി ഗുഡ് മോർണിംഗ്. അതായത് കഴിഞ്ഞ 2 ദിവസമായിട്ട് മഴ നല്ല രീതിയിൽ മാറി നിന്നിട്ടുണ്ടായിരുന്നു. അത് സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് വലിയൊരു അനുകൂല ഘടകമായിരുന്നു. എന്നാൽ ഇപ്പോൾ രാവിലെ മുതൽ മഴ തിമിർത്ത് പെയ്യുകയാണ്. അത് ഏത് മുന്നണിയെ ബാധിക്കും എന്നുള്ളതും വലിയ ചർച്ചാ വിഷയമാണ്.
പ്രധാനമായിട്ടും PV അൻവറിനെ സംബന്ധിച്ചിടത്തോളം PV അൻവർ നേടുന്ന വോട്ടുകൾ അത് ഓരോ മുന്നണിയെയും കാര്യമായി ബാധിക്കും. പ്രത്യേകിച്ച് ഇടത് വലത് മുന്നണികളെ കാര്യമായി തന്നെ ബാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. കൂടാതെ അതായത് നമുക്കറിയാം PV അൻവറിന്റെ ബന്ധങ്ങളെ അറിയാം. നമുക്ക് കഴിഞ്ഞ രണ്ട് ടേമായിട്ട് പിണറായി സർക്കാരിൽ MLA ആയി തുടർന്ന PV അൻവറിനെ സംബന്ധിച്ച PV അൻവറിന് ഇടതുപക്ഷത്തും ഒപ്പം തന്നെ കോൺഗ്രസിലും വലിയ രീതിയിലുള്ള സ്വാധീനമുണ്ട്. പ്രത്യേകിച്ച് ഈ ലീഗ് അണികളുടെ വോട്ട് അത് ആര്യാടൻ ഷൗക്കത്തിനെ അനുകൂലിക്കുന്നുണ്ട് എന്ന് പറയുമ്പോഴും അത് പൂർണ്ണമായിട്ടും അത് ആര്യാടൻ ഷൗക്കത്തിന് വീഴുമോ എന്ന കാര്യത്തിൽ വലിയ രീതിയിലുള്ള ഒരു ചർച്ച നടക്കേണ്ടത് തന്നെയുണ്ട്. കാരണം കഴിഞ്ഞ കുറച്ചധികം നാളുകളായിട്ട് ഈ ലീഗും അതുപോലെ തന്നെ ആര്യാടൻ ഷൗക്കത്തും ഒട്ടും നല്ല ടേംസിലല്ല മുന്നോട്ട് പോകുന്നത്. പ്രത്യേകിച്ച് ആര്യാടൻ ഷൗക്കത്തിൻ്റെ മുൻകാലങ്ങളിലെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ വെച്ച് നോക്കുന്ന സമയത്ത് പൂർണ്ണമായിട്ടും ലീഗ് നേതാക്കൾക്കോ അല്ലെങ്കിൽ ലീഗ് അണികൾക്കോ ഈ ആര്യാടൻ ഷൗക്കത്തുമായി യോജിച്ചു പോകാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല. അതുകൊണ്ട് പരമാവധി ലീഗ് കേന്ദ്രങ്ങളിൽ നിന്നുള്ള വോട്ട് PV അൻവർ സ്വന്തമാക്കുക എന്ന ലക്ഷ്യം അൻവറിനുണ്ട്. അതുകൊണ്ടാണ് തുടർച്ചയായിട്ട് ഈ ആര്യാടൻ ഷൗക്കത്തിന്റെ പഴയ കാര്യങ്ങൾ കുത്തിപ്പൊക്കി അല്ലെങ്കിൽ പഴയ പ്രസ്താവനകൾ വീണ്ടും സോഷ്യൽ മീഡിയകളിൽ സജീവമാക്കി നിർത്താൻ PV അൻവറിന്റെ ക്യാമ്പ് ശ്രമിക്കുന്നത് എന്നുള്ളതാണ്. എന്നാൽ അതേ സമയത്ത് M സ്വരാജിനെതിരെ PV അൻവർ തൊടുത്തുവിടുന്ന പ്രധാനപ്പെട്ട ആരോപണം അദ്ദേഹം നിലമ്പൂരുകാരനാണെങ്കിലും നിലമ്പൂരിന് അദ്ദേഹത്തിന്റെ ഒരു ഗുണവും കിട്ടിയിട്ടില്ല. മാത്രവുമല്ല അദ്ദേഹം നിലമ്പൂരിലുള്ള സാധാരണക്കാരായ പാവപ്പെട്ട ജനങ്ങളുമായിട്ട് യാതൊരുവിധ ബന്ധവും കാത്തുസൂക്ഷിക്കാത്ത ഒരാളാണ് എന്ന തരത്തിൽ പ്രചാരണം നടത്താനുള്ള ബോധപൂർവമായിട്ടുള്ള ഒരു ശ്രമം PV അൻവറിന്റെ ഭാഗത്തു നിന്നും അൻവറിന്റെ ക്യാമ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ട് എന്നുള്ളതാണ്. NDA സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അത് ക്രിസ്ത്യൻ മലയോര മേഖലകളിലുള്ള ജനങ്ങൾക്ക് സ്വാധീനമുള്ള അല്ലെങ്കിൽ ജനങ്ങളിൽ സ്വാധീനമുള്ള സ്ഥാനാർത്ഥിയാണ് നിർത്തിയിട്ടുള്ളത്. ആ മേഖലകളിൽ നിന്ന് പ്രത്യേകിച്ച് നമുക്കറിയാം PV അൻവർ തുടക്കം മുതൽ പറഞ്ഞുകൊണ്ടിരുന്നത് മലയോര കർഷകരുടെ മലയോര ജനങ്ങളുടെ കാര്യമാണ്. അപ്പോൾ ആ മേഖലകളിൽ നിന്ന് വോട്ട് PV അൻവർ ലക്ഷ്യമിടുന്നുണ്ടെങ്കിലും BJPയുടെ സ്ഥാനാർത്ഥി വളരെ ശക്തമാണ്. പ്രത്യേകിച്ച് ഈ മലയോര മേഖലകളിൽ ക്രൈസ്തവ മേഖലകളിലൊക്കെ സ്വാധീനം ഉള്ള ആളാണ്. അപ്പോൾ ആ മേഖലകളിൽ നിന്ന് വോട്ട് ലഭിച്ചാൽ മാത്രമേ PV അൻവറിനെ സംബന്ധിച്ച് നേട്ടമുണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. ഒപ്പം തന്നെ ആം ആദ്മി പാർട്ടി ചെറു സംഘടനകളൊക്കെ PV അൻവറിനൊപ്പം കൂടുന്നുണ്ട്. എന്തായാലും PV അൻവർ ഈ തെരഞ്ഞെടുപ്പിൽ വളരെ വലിയ നിർണായകമായിട്ടുള്ള ഒരു റോൾ വഹിക്കുന്നുണ്ട്. അൻവറിന് ലഭിക്കുന്ന വോട്ട് അത് ഇരു മുന്നണികളെയും വലിയ രീതിയിൽ ബാധിക്കും. ഉന്മേഷ്. ശരി, ഇന്നിപ്പോൾ പ്രചാരണത്തിന് തുടക്കമിടുമ്പോൾ ഇന്നലെ വലിയ രീതിയിലുള്ള പ്രചാരണം നമ്മൾ കണ്ടു. ഇന്നിപ്പോൾ കൂടുതൽ നേതാക്കൾ എല്ലാവരും തന്നെ വിവിധ പാർട്ടികളിൽ നിന്നുള്ള നേതാക്കൾ എല്ലാവരും തന്നെ ഇന്നു മുതൽ അവിടെ എത്തും പ്രചാരണത്തിനായി എന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ കനത്ത മഴയുണ്ടെങ്കിലും പ്രചാരണത്തിന് ചൂടേറുക തന്നെ ചെയ്യുമെന്നാണ് ഇപ്പോൾ നമ്മുടെ 2 റിപ്പോർട്ടേഴ്സ് അവിടെ നിന്ന് വിവരങ്ങളുമായി ചേർന്നത്.